കേരളത്തിൽ മാത്രമല്ല മലയാളികളുള്ളിടത്തെല്ലാം VS എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും വലിയ വർത്തമാനം എന്ന് പറയുന്നത്. കടലും കടന്നുപോയി അദ്ദേഹത്തിന്റെ പെരുമ നമുക്കറിയാം. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുകയുണ്ടായി. ഷാർജയിലെ പ്രവാസി ലോകം അദ്ദേഹത്തെ അനുസ്മരിച്ചു. ഷാർജ മാസിന്റെ നേതൃത്വത്തിൽ ഷാർജയിൽ VS അനുസ്മരണം സംഘടിപ്പിച്ചു. ഷാർജ മാസിന്റെ നേതൃത്വത്തിൽ ഷാർജയിൽ VS അനുസ്മരണം സംഘടിപ്പിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. വിവിധ പ്രവാസി സംഘടനകളും നേതാക്കളും VSന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, മാസ് ജനറൽ സെക്രട്ടറി ബിനു കോറോം, മാസ് ആക്ടിംഗ് പ്രസിഡന്റ് പ്രമോദ് മടിക്കൈ, ഇൻകാസ് പ്രതിനിധി പുന്നക്കൽ മുഹമ്മദ് അലി, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ VSനെ അനുസ്മരിച്ച് സംസാരിച്ചു. പ്രവാസികൾക്ക് വേണ്ടി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നേതാവായിരുന്നു VS എന്ന് മാസ് ജനറൽ സെക്രട്ടറി ബിനു കോറോം പറഞ്ഞു. പ്രവാസി സമൂഹം ഒന്നടക്കം കണ്ണേ കരളെ VS എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് ഇന്ന് മാസിൻ്റെ സംഘടന എന്നുള്ള രീതിയിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയിട്ടുള്ള പരിപാടിയിൽ വന്നിട്ടുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ജനസഞ്ചയങ്ങൾ ഒഴുകി വന്നുകൊണ്ട് നാട്ടിൽ തോരാമഴയത്ത് എങ്ങനെയായിരുന്നു ജനങ്ങൾ ഒഴുകിയെത്തത് എന്നതുപോലെ ജോലി കഴിഞ്ഞതിന് ശേഷം ഇവിടത്തേക്ക് ഒഴുകിയെത്തിയുള്ള ആയിരങ്ങൾ സൂചിപ്പിക്കുന്നത് എല്ലാ ജനങ്ങളുടെയും മനസ്സുകൾക്കുള്ളിൽ VS എന്ന ഏറ്റവും ത്യാഗോജ്വലമായിട്ടുള്ള പോരാട്ടം നയിച്ചുകൊണ്ട് കേരളത്തെ ഇന്നത്തെ രീതിയിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള എല്ലാ കാലത്തും ജനങ്ങളുടെ ഉള്ളിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു നേതാവായി VS ഉണ്ട് എന്നത് തന്നെയാണ് ഇന്നത്തെ പരിപാടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പ്രവാസികളെ ചേർത്ത് പിടിച്ച ഭരണാധികാരിയായിരുന്നു VS എന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ചേർന്ന അനുസ്മരണ യോഗം അഭിപ്രായപ്പെട്ടു. ഇടവേളകളില്ലാത്ത സമരജീവിതം കൊണ്ട് ഇതിഹാസമായി മാറിയ VSന്റെ നിര്യാണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നികത്താനാവാത്ത നഷ്ടമാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു. കൈരളി ന്യൂസ്, ദുബായ്.